ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കലാപങ്ങളുടെ ഉത്തരവാദിത്തം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ തലയിൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ്. മാത്രമല്ല, ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അവർ അക്രമാസക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്യുകയാണ് എന്നതാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും തന്നെ ഒടുവിലാകട്ടെ ഇന്ത്യ നല്ല ചുട്ട മറുപടിയുമായി തന്നെ ബംഗ്ലാദേശിനുള്ള പണി നൽകിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യ ആകട്ടെ ബംഗ്ലാദേശ് ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇപ്പോൾ മൂട്ടിൽ തീ പിടിച്ചതുപോലെ യൂനസിന് നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അപലപിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയിലെ പല നഗരങ്ങളും പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയത്. അതേപോലെ തന്നെ മൈമറൈസിംഗിൽ ഒരു ഹിന്ദുവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ജനസാഗരങ്ങൾ അവിടെ ഒത്തുകൂടിയതും. നേരത്തെ തന്നെ ബംഗ്ലാദേശിൽ തീവ്രവാദി വിദ്യാർത്ഥി നേതാവായ ഷെരീഫ് ഒസ്മാൻ ഹാദിയയുടെ കൊലപാതകത്തെ തുടർന്നുകൊണ്ട് ബംഗ്ലാദേശിലും അക്രമം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ത്യയിലെ ബംഗ്ലാദേശ് എംബസികൾക്ക് സമീപമുള്ള പ്രതിഷേധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കോൺസുലർ സേവനങ്ങൾ അത് നിർത്തിവെക്കുന്നതിനും കാരണമാവുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ബംഗ്ലാദേശ് മുൻ ഇന്ത്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു ബംഗ്ലാദേശ് മുൻ ഇന്ത്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ബംഗ്ലാദേശ് ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ഹൈ കമ്മീഷണറിന്റെ ഇന്ത്യയെ വിളിച്ചു വരുത്തി ബംഗ്ലാദേശ് ആകട്ടെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ ഹൈ കമ്മീഷണർ പ്രണയ് വർമ്മയെ വിളിച്ചു വരുത്തിക്കൊണ്ട് തങ്ങളുടെ ദൗത്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശ് ഹൈ കമ്മീഷണറായ റിയാസ് ഹമീദുള്ളയെ വിളിച്ചു വരുത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ബംഗ്ലാദേശിലെ ഈ ഒരു സാഹചര്യത്തിൽ ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരിക്കുന്നതും. ഡിസംബർ 18-ന് ദൈവനിന്ദ ആരോപിച്ചുകൊണ്ട് ഒരു ജനക്കൂട്ടം ദാസിനെ അവിടെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ മതനിന്ദയ്ക്ക് എതിരെ വലിയ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു വസ്തുത. തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവർ കത്തിക്കുകയാണ് ചെയ്തത്. ഈ സംഭവം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള രോഷം ആളിക്കത്തിക്കാൻ വീണ്ടും ആശങ്കകൾ ഉയർത്തുന്നതാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നുകൊണ്ട് ബംഗ്ലാദേശിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അംബാസിഡറും ദക്ഷിണ മധ്യേഷ്യകൾക്കായുള്ള പ്രത്യേക ദൂതനുമായ സെർജിയോ ഗോറുമായി തന്നെ സംസാരിച്ചിരുന്നു. ഫോൺ കോളിനിടെ തന്നെ തിരഞ്ഞെടുപ്പുകളോടുള്ള തന്റെ ആ പ്രതിബദ്ധത യൂനസ് ആവർത്തിച്ചു പറഞ്ഞതായിട്ടാണ് വിവരം. അടുത്ത വർഷം തന്നെ ഫെബ്രുവരി 12-ന് അവ കൃത്യസമയത്ത് നടക്കുമെന്നും യൂനസ് പറയുന്നുണ്ട്. ഏകാധിപത്യ സർക്കാരിനെ എടുത്തുകളഞ്ഞ ശേഷം വോട്ടവകാശം തിരിച്ചുപിടിക്കാൻ രാജ്യം ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് എന്നതാണ് പറഞ്ഞത്. ഇടക്കാല സർക്കാർ നീതിയുക്തവും സമാധാനപരവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും ഇവിടെ ഊന്നി പറയുകയാണ് യൂനസ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.